അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബിക് ഫോർ ബിഗിനേഴ്സിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഖുർആൻ ഓതുകയും ഓതാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസിയെയും കപടവിശ്വാസിയെയും ആർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഉപമകളിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ വിശദീകരിക്കുകയാണ്. മസലുൽ മുഅ്മിനി അല്ലദീ യഖ്റഉൽ ഖുർആന മസലുൽ ഉത്റുജ്ജതി. ഖുർആൻ ഓതുന്ന ഒരു വിശ്വാസിയുടെ ഉദാഹരണം നാരങ്ങ പോലെയാണ്. റീഹുഹ ത്വയ്യിബുൻ വത്വഅമുഹ ത്വയ്യിബുൻ. നാരങ്ങയുടെ മണവും രുചിയും നല്ലതാണ്. വമസലുൽ മുഅ്മിനില്ലദീ ലാ യഖ്റഉൽ ഖുർആന കമസലി തംറത്തി. ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. ലാ റീഹലഹ വത്വഅമുഹ ഹുൽവൻ. അതിന് മധുരമുള്ള രുചിയുണ്ടെങ്കിലും സുഗന്ധമില്ല. വമസലുൽ മുനാഫിഖി അല്ലദീ യഖ്റഉൽ ഖുർആന കമസലി റൈഹാനത്തി. ഖുർആൻ ഓതുന്ന ഒരു കപടവിശ്വാസിയുടെ ഉദാഹരണം തുളസിച്ചെടി പോലെയാണ്. റീഹുഹ ത്വയ്യിബുൻ വത്വഅമുഹ മുറുൻ. അതിന് നല്ല സുഗന്ധമുണ്ടെങ്കിലും അതിൻ്റെ രുചി കയ്പുള്ളതാണ്. വമസലുൽ മുനാഫിഖല്ലദീ ലാ യഖ്റഉൽ ഖുർആന കമസലിൽ ഹൻദലത്തി. ഖുർആൻ ഓതാത്ത ഒരു കപടവിശ്വാസിയുടെ ഉദാഹരണം ആട്ടങ്ങ പോലെയാണ്. അതിന് സുഗന്ധമില്ല, അതോടൊപ്പം അതിൻ്റെ രുചി കയ്പുള്ളതാണ് താനും. ഖുർആൻ പതിവായി ഓതാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അറബി ഭാഷയിലെ രണ്ട് തരം സെൻറ്റൻസുകൾ, നോമിനൽ സെൻറ്റൻസ്, വെർബൽ സെൻറ്റൻസ്, ഈ രണ്ട് തരം സെൻറ്റൻസുകളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ നോമിനൽ സെൻറ്റൻസിൻ്റെ ജുംലത്തുൻ ഇസ്മിയയുടെ രണ്ട് ഭാഗങ്ങളായ മുബ്തദ, ഖബർ, ഇവയെക്കുറിച്ചും നാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ നാം ജുംലത്തുൻ ഫിഅലിയ, വെർബൽ സെൻറ്റൻസിനെയും പരിചയപ്പെട്ടു. സൂറത്തു യാസീനിലെ ഈ ആയത്തൊന്ന് നമുക്ക് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. وجاء من أقصى المدينة رجل يسعى. പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്നും ഒരാൾ വേഗത്തിൽ ഓടി വന്നു. ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, ഓ ജനങ്ങളെ, ഇത്ബിഉൽ മുർസലീൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതന്മാരെ പിന്തുടരുക. എല്ലാ അറബി സെൻറ്റൻസുകളിലും കാണുന്ന പോലെ ഇവിടെയും ഇസ്മ് നൗണുണ്ട്, വേർബ് ഫിഅൽ കാണാം, അതേപോലെ തന്നെ ഹർഫുകൾ, പ്രപ്പോസിഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി തൽക്കാലം നമ്മൾ വേർബുകളെ, ഫിഅലുകളെ മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ആയത്തിൽ വന്നിട്ടുള്ള ഫിഅലുകൾ, വേർബുകൾ ഏതാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. ഒന്നാമത്തത് ജാഅ, വന്നു. ജാഅ എന്നത് കഴിഞ്ഞുപോയ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു എന്നതിനാൽ അതൊരു പാസ്റ്റ് ഫോം ഓഫ് വേർബാണ്. അറബിയിൽ നമ്മളതിനെ മാളിയായ ഫിഅല് എന്ന് പറയുന്നു. അടുത്തൊരു വേർബ് ഫിഅല് യസ്അ എന്നതാണ്. ഓടിക്കൊണ്ടിരിക്കുന്നു, ധൃതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സഅ എന്ന വേർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ് യസ്അ എന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവർത്തനത്തെയും സൂചിപ്പിക്കാൻ അറബിയിൽ ഒരേ ഫോമാണ് ഉപയോഗിക്കുന്നത്. അഥവാ പ്രസൻറ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും അറബിയിൽ ഒരൊറ്റ ഫോമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് സാഹചര്യത്തിൽ നിന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ചില പ്രത്യേക അടയാളങ്ങളും അതേപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിന് മാത്രമായി ഉപയോഗിക്കുന്ന ചില പ്രത്യേക അടയാളങ്ങളും വേറെയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. ഈ ആയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു വേർബാണ് ഫിഅലാണ് ഖാല, അർത്ഥം പറഞ്ഞു. അതിൻ്റെ പ്രസൻറ്റ് ഫോം യഖൂലു. മറ്റൊരു വേർബാണ് ഇത്തബിഉ, പിന്തുടരൂ എന്നർത്ഥം. ഇത്തബഅ എന്നതിൻ്റെ അർത്ഥം പിന്തുടർന്നു, ഫോളോ ചെയ്തു. അതിൻ്റെ പ്രസൻറ്റ് ഫോം യത്തബിഉ.
അതിൻ്റെ ഇംപെരറ്റീവ് ഫോമാണ് ഇത്തബിയ. ഇംപെരറ്റീവ് ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇരിക്കൂ, നിൽക്കൂ, ഉറങ്ങൂ എന്നതുപോലെ ഇത്തബിയ പിന്തുടരൂ. അത് ഒന്നിലധികം ആളുകളോട് പറയുന്നത് കൊണ്ടാണ് ഇത്തബിഉ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൽ നാം 3 തരം വേർബുകളെ, ഫിഅലുകളെ കണ്ടു. ജാഅ, ഖാല, ഇവ രണ്ടും ഫിഅലുൻ മാലിൻ, പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഫിഅലുകളാണ്, വേർബുകളാണ്. അർത്ഥം കഴിഞ്ഞുപോയ ഒരു പ്രവർത്തനത്തെയാണ് ഈ 2 പദങ്ങളും സൂചിപ്പിക്കുന്നത്. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു, ഖാല പറഞ്ഞു. രണ്ടും കഴിഞ്ഞുപോയ ഒരു പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവയെ നമുക്ക് ഫിഅലുൻ മാലിൻ എന്ന് പറയാം. എന്നാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ സംഭവിക്കാൻ പോകുന്നതോ ആയ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളെ ഫിഅലുൻ മുളാരിഉൻ എന്നാണ് അറബിയിൽ വിളിക്കുന്നത്. അഥവാ പ്രസന്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും സൂചിപ്പിക്കുന്ന വേർബുകൾ. 3ാമത്തെ വിഭാഗം ഒരു പ്രവർത്തനം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള വേർബുകളാണ്, അഥവാ ഫിഅലുൻ അംർ എന്ന് പറയാം. ഇത്തരം വേർബിന്, ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള വേർബുകൾക്ക് അഥവാ അംർ ഫീലിന് അറബിയിൽ പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ പ്രത്യേകം ഒരു സ്ട്രക്ചർ ഇല്ല. ഉദാഹരണത്തിന് കം എന്ന വേർഡ് വരുന്നു എന്നർത്ഥത്തിലും വരൂ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. വളരെ ലളിതമായി നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അറബിയിൽ മാലി, മുലാരി, അംർ എന്നീ 3 തരം ഫിഅലുകളുണ്ട്. ഫിഅലുൻ മാലി ഒരു പാസ്റ്റ് ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നു. മുലാരിയായ ഫിഅല് പ്രസൻറ്റ് ആക്ടിവിറ്റിയെയും ഫ്യൂച്ചർ ആക്ടിവിറ്റിയെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഫിഅലുൻ അംർ ഇംപെരാറ്റീവ് വേർബ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. ഫിഅലുൻ മാലി കഴിഞ്ഞുപോയ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന അറബിയിലെ വേർബുകൾ, ഫിഅലുകൾ, അവയെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾക്ക് ഫത്ഹ ആയിരിക്കും, അഥവാ ആ സൗണ്ടായിരിക്കും. ഉദാഹരണം നസ്വറ സഹായിച്ചു, അതിലെ ആദ്യത്തെ അക്ഷരത്തിനും അവസാനത്തെ അക്ഷരത്തിനും ഫത്ഹാണ്. വേറൊരു ഉദാഹരണം അലിമ, അലിമ, ഒന്നാമത്തെയും അവസാനത്തെയും അക്ഷരത്തിന് ഫത്ഹാണ്. മറ്റൊന്ന് കബുറ വലുതായിരിക്കുന്നു, കബുറ, കാഫിനും റായിനും ഫത്ഹാണ്. 3 അക്ഷരമുള്ള വേർബുകളിൽ ഇങ്ങനെയാണ് കാണാറുള്ളത്. എന്നാൽ 3 അക്ഷരത്തിലധികമുള്ള ഫിഅലാണെങ്കിൽ ഈ നിയമത്തിനോട് എതിരായിട്ടും കാണാം. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. 3 തരം ഫിഅലുകളെയാണ്, വേർബുകളെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഒന്ന് ഫിഅലുൻ മാലി, മറ്റൊന്ന് ഫിഅലുൻ മുളാരി, മറ്റൊന്ന് ഫിഅലുൻ അംർ. ഇതിൻ്റെ അർത്ഥവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേസമയം ഒരു കാര്യം ചെയ്യരുത് എന്ന അർത്ഥത്തിൽ വരുന്ന ഇംപെരാറ്റീവ് വേർബുകൾ, ഫിഅലുൻ അംർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതേസമയം ഒരു കാര്യം ചെയ്യരുത് എന്ന അർത്ഥത്തിലും നാം പറയാറുണ്ടല്ലോ. അത്തരം വേർബുകളെ ഫഇലുൻ നഹി എന്നാണ് പറയാറുള്ളത്. അതിന് പ്രത്യേകമായൊരു സ്ട്രക്ചർ ഇല്ല. മുളാരിയായ ഫീലിൻ്റെ മുമ്പിൽ ലാ ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. മുളാരിയായ ഫീലിനെ കുറിച്ച് മാത്രം വിശദമായി സംസാരിക്കുന്ന മറ്റൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് വരും. അതിൽ നമ്മൾ ഫിഅലുൻ നഹിയെക്കുറിച്ചും വിശദീകരിക്കും. ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.